ഇപ്പോൾ കടുത്ത ഭാഷയിൽ ഈ പ്രഹരത്തിന് കടുത്ത ഭാഷയിലുള്ള തിരിച്ചടിക്കുമെന്നാണ് ഇറാന്റെ റവല്യൂഷണറി ഗാർഡ്സിന്റെ മുന്നറിയിപ്പ് വന്നിരിക്കുന്നത് മനു. ഒപ്പം മിഡിൽ ഈസ്റ്റ് അതോടുകൂടി കൂടുതൽ കലുഷിതമായിരിക്കുകയാണ്. ഒപ്പം ആണവ ഊർജ്ജ ഏജൻസി ഇതുമായി ബന്ധപ്പെട്ട അന്താരാഷ്ട്ര ആണവ ഊർജ്ജ ഏജൻസി മൗനം വെടിയണം. കാരണം നേരത്തെ നമുക്കറിയാം ആയുധ കേന്ദ്രങ്ങളിലേക്ക് ഒക്കെ ആയിരുന്നു അമേരിക്ക ആക്രമണങ്ങൾ നടത്തിയിരുന്നത്, മിസൈൽ കേന്ദ്രങ്ങളിലേക്കും മറ്റും. ഇപ്പോൾ ജനവാസ മേഖലയിലേക്കും ഈ ന്യൂക്ലിയർ കേന്ദ്രങ്ങളിലേക്കും ഒക്കെ ആക്രമണം നടത്തിയാൽ യുദ്ധത്തിൻ്റെ തലം മാറും. ഒപ്പം ഇറാന്റെ തിരിച്ചടി ഏതൊക്കെ തലത്തിലായിരിക്കും എന്നുള്ളത് നമുക്കറിയാനും സാധിക്കില്ല. അവരും നിലമറന്ന് മുന്നോട്ട് പോയാൽ വലിയ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ പോകും. യെസ്, അതാണ് രഞ്ജിത്ത് സൂചിപ്പിച്ചത് പോലെ തന്നെയുള്ള വിവരങ്ങളാണ് അവിടെ നിന്ന് പുറത്തു വരുന്നത്. IRGC ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തുവിട്ടിരിക്കുന്ന ഒരു വിവരമനുസരിച്ച് കുവൈറ്റിൽ അവിടുത്തെ US മിലിറ്ററി കേന്ദ്രങ്ങൾ ആക്രമിച്ചിരിക്കുന്നു. അലി അൽ സലീം എയർബേസ് ആണ് കുവൈറ്റിൽ ആക്രമണത്തിന് വിധേയം ആയിരിക്കുന്നത് എന്നാണ് IRGC വ്യക്തമാക്കുന്നത്. ഡ്രോൺ ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയത്. അവിടുത്തെ റഡാർ സിസ്റ്റം തകർത്തിരിക്കുന്നു. അതുപോലെ തന്നെ മറ്റ് ഈ ഏവിയേഷൻ ഉപകരണങ്ങളും സൂക്ഷിക്കുന്ന ഒരു വെയർഹൗസ് തകർത്തിരിക്കുന്നു. US MQ-9 ഡ്രോണുകളെ US MQ-9 ഡ്രോണുകൾ വെച്ചിട്ടുള്ള ഈ ഹാങ്ങറുകൾ ആക്രമിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെ ഈ കുവൈറ്റിലെ പല കേന്ദ്രങ്ങളിലും ആക്രമണം നടന്നിരിക്കുന്നു. ഈ ബുഷൈർ ആണവ നിലയത്തിന് നേരത്തെ ഒരു ആക്രമണം ഉണ്ടായിരുന്നു. ബുഷൈർ നമുക്കറിയാം, BNPP എന്ന് പറയുന്നത് ഇറാനിലെ ആദ്യത്തെ ഒരു കമേർഷ്യൽ ആറ്റോമിക് കേന്ദ്രമാണ്. അപ്പോൾ പ്രധാനമായും വൈദ്യുതിക്ക് ഇറാൻ ആശ്രയിക്കുന്ന രണ്ട് കേന്ദ്രങ്ങൾ, ഒന്ന് ദാർഹോവിനും ഒന്ന് ഈ ബുഷൈറുമാണ്. ബുഷൈറിൽ ആക്രമണം നടന്നത് വലിയ തോതിൽ ഇറാൻ്റെ പല പ്രദേശങ്ങളെയും ഇരുട്ടിലാക്കി. ദാർഹോവിനിലാകട്ടെ അത് നിർമ്മാണത്തിലിരിക്കുന്ന ആണവ കേന്ദ്രമാണ്. അവിടുത്തെ പല പ്ലാന്റുകളിൽ വന്നിട്ടുള്ള ആക്രമണം ഏതെങ്കിലും തരത്തിലുള്ള ഈ ആണവ വികേന്ദ്രീകരണത്തിനൊക്കെ ഇടവയ്ക്കുമോ എന്ന ആശങ്ക വലിയ തോതിൽ ഉയരുകയാണ്. ഏതായാലും ബഹ്റിനിലേക്ക് ഇതിപ്പോൾ എയർ സൈറൻസ് മുഴങ്ങുന്നു. ബഹ്റിനിൽ അവിടെ ആക്രമണം നടന്നേക്കാനുള്ള സാധ്യതയുണ്ട് എന്ന വിവരങ്ങൾ വരുന്നു. ബഹ്റിൻ്റെ മിനിസ്ട്രി ഓഫ് ഇൻറ്റീരിയർ പറയുന്നതനുസരിച്ച് അവിടുത്തെ പൗരന്മാരോട് ജാഗ്രത പുലർത്താൻ നിർദ്ദേശിക്കുന്നു. അവിടുത്തെ താമസക്കാർ ജാഗ്രത പുലർത്തണം. ഒപ്പം തന്നെ യാതൊരു തരത്തിലും ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഇല്ല. പരമാവധി സേഫായിട്ടുള്ള സുരക്ഷിതമായ താവളങ്ങളിലേക്ക് മാറണമെന്ന ഒരു നിർദ്ദേശം ബഹ്റിൻ നൽകുന്നു. അതോടൊപ്പം തന്നെ ഇറാൻ ഈ ശക്തമായ ഒരു ആക്രമണം തങ്ങൾ തുടരെ നടത്തും എന്ന പ്രഖ്യാപനം നിർത്തുന്നുമില്ല. മാർക്കോ റൂബിയോയുടെ പ്രഖ്യാപനമാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്നത് ആശങ്കപ്പെടുത്തുന്നത്. അത് യുദ്ധം അവസാനിപ്പിക്കുന്നതിനെ സംബന്ധിച്ചല്ല, മറിച്ച് തങ്ങളുടെ നഷ്ടപ്പെട്ട സൈനികരുടെ കാര്യം, അവരുടെ ആത്മാഭിമാനം സംരക്ഷിക്കുന്നതിനായി കൂടുതൽ ശക്തമായി തിരിച്ചടിക്കും എന്ന നിലപാട് തന്നെ മാർക്കോ റൂബിയോയും ഇപ്പോൾ വ്യക്തമാക്കുന്നു. ഡൊണാൾഡ് ട്രംപും കഴിഞ്ഞ ദിവസം ഇതേ രീതിയിലുള്ളൊരു പ്രതികരണം നടത്തിയിരുന്നു. ശക്തമായ ആക്രമണം ഉണ്ടാകും എന്ന്. അത് ആണ് ഇപ്പോൾ നമുക്ക് അവിടെ നിന്ന് കേൾക്കാൻ കഴിയുന്നത്. ഏതായാലും ഈ സെൻട്രൽ കമാൻഡ് പറയുന്നത് നോർത്തേൺ ഇറാഖിൽ അവർക്കൊരു സൈനികരെ നഷ്ടപ്പെട്ടു, ജോർദാനിൽ 2 സൈനികരെ നഷ്ടപ്പെട്ടു. നോർത്തേൺ ഇറാഖിൽ ഈ ഡ്രോൺ പരിശോധിക്കുന്നതിനിടയിലാണ് സൈനികൻ. അമേരിക്ക വലിയ നഷ്ടമുണ്ടാകുന്നുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.